Dear students, welcome to Learner'sworld. In this video, I'm going to talk about questions and answers of recipes for life by Amish Tripathi, Fyugp English Language Skill for Literature, first semester Calicut University. Answer the following questions in a paragraph of 100 words. In our previous video, we discussed about short answer questions. Analyze the character of Ma based on the narrative given. അപ്പോൾ നമ്മളുടെ 100 വേർഡ്സിൻ്റെ ഒരു പാരഗ്രാഫാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റെസിപ്പീസ് ഫോർ ലൈഫിലെ ക്യാരക്ടറാണ് മാ എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Amish mother is an important character in Recipes for Life. She is portrayed as the author's mentor, guide and inspiration. She adopted structured parenting influenced by principles from Chanakya Nidhi. She nurtured her children with love and in the early years and instilled discipline during their formative years and transition into a friendship as they matured. അപ്പോൾ അമിഷിൻ്റെ മദർ ഈ ഒരു റെസിപ്പീസ് ഫോർ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അവർ ഓതറുടെ ഒരു മെൻറ്ററായിട്ടാണ് ഇതിൽ നിലകൊള്ളുന്നത്, ഒരു ഗൈഡായിട്ട്, അതുപോലെ ഒരു ഇൻസ്പിരേഷനായിട്ട്. അവരൊരു സ്ട്രക്ചേർഡ് പാരൻറ്റിംഗ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചാണക്യനീതിയുടെ ബുക്ക് വായിച്ച് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൽ ഐഡിയാസാണ് പാരൻറ്റിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് 5 ഇയേഴ്സിൽ കുട്ടികളെ നറിഷ് ചെയ്യണം, ലവ് ചെയ്യണം. പിന്നീട് 5 to 16 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് വളരെ ടഫായിട്ടുള്ളൊരു പാരൻ്റ് ആയിരിക്കണം, എന്നാലേ അവർക്ക് ഡിസിപ്ലിൻ ഒക്കെ പഠിക്കാൻ കഴിയുള്ളൂ. അതുപോലെ അവരെ ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാൻ കഴിയുള്ളൂ. പിന്നീട് അവർ ഒരു 17 ഇയേഴ്സ് ഓൾഡ് ആവുന്ന സമയത്ത് അവരൊരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചേർഡ് പാരൻറ്റിങ് ആയിരുന്നു. Even though she was strict, she was generous, ensuring her children had milk while controlling their butter intake for their health. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും വളരെ സ്നേഹമുള്ളതായിരുന്നു. അവരുടെ മക്കൾക്ക് മിൽക്ക് എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ മിൽക്ക് വളരെ എക്സ്പെൻസീവാണ്, എന്നാലും അവരുടെ ആ ഒരു ന്യൂട്രീഷൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ബട്ടർ കൺട്രോൾ ചെയ്തിരുന്നു. അവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു. മൈ ഗൈഡ്സ് ഓത് ത്രൂ ലൈഫ് ചലഞ്ചസ് ഓഫറിങ് വാല്യുബിൾ അഡ്വൈസ്. അപ്പോൾ അമ്മ എപ്പോഴും ഒരു വാല്യുബിൾ അഡ്വൈസ് നൽകുന്ന ഒരാളായിരുന്നു. ലൈഫിലെ ചലഞ്ചസൊക്കെ എങ്ങനെ നേരിടാമെന്നുള്ളത്. മാ സെൽഫ്ലെസ്നെസ് ആൻഡ് കമ്പാഷൻ ഇൻസ്പയർ ദ ഓതർ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ. ഡെസ്പൈറ്റ് ലിമിറ്റഡ് മീൽസ് ഷീ പ്രയോറിറ്റൈസ്ഡ് ന്യൂട്രീഷ്യസ് ആൻഡ് ഡെലിഷ്യസ് മീൽസ്, മേക്കിംഗ് സിമ്പിൾ ഡിഷസ് സ്പെഷ്യൽ. അതായത് അന്നത്തെ ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് അമ്മ എന്ത് ചെയ്യുമായിരുന്നു, കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡെലിഷ്യസ് സിമ്പിൾ ഫുഡ് അവർ മേക്ക് ചെയ്യുമായിരുന്നു. Her use of buknu masala and festive meals showcases her creativity in utilizing limited resources effectively. അതുപോലെ അവരുടെ ആ ഒരു ബുക്നു മസാല യൂസ് ചെയ്തിട്ട് അവർ മീൽസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഏത് ടേസ്റ്റ് ഇല്ലാത്ത കറിയിലും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ ബുക്നു മസാല. ഇതൊക്കെ അവരുടെ ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിനെയാണ് കാണിക്കുന്നത്. മാ ബിലീവ്ഡ് ഇൻ ടീച്ചിങ് ഹർ ചിൽഡ്രൻ റെസിലിയൻസ് ത്രൂ എവറിഡേ എക്സ്പീരിയൻസസ്, എവിഡൻറ്റ് വെൻ ഷീ പണിഷ്ഡ് ദം ബൈ മേക്കിംഗ് ദം ഇറ്റ് Karela sabzi for a week. Ma's character serves as a powerful symbol of guidance, wisdom and spiritual growth. അതുപോലെ അമ്മ ലൈഫിലെ എക്സ്പീരിയൻസസിലൂടെ മക്കളെ ടീച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെങ്ങനെ ഫേസ് ചെയ്യാം, ചലഞ്ചസ് എങ്ങനെ ഏറ്റെടുക്കാം എന്നുള്ളത് ഒരു ഇൻസിഡൻറ്റിലൂടെ ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ അമിഷും സിസ്റ്ററും കരേല സബ്സി റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് 1 വീക്ക് കരയിലെ സബ്സി തന്നെ കൊടുത്ത് അമ്മ പണിഷ്മെൻറ്റ് നൽകുന്നുണ്ട്. ഇതൊക്കെ അമ്മയുടെ ഒരു എക്സ്പീരിയൻസിലൂടെ അമ്മയുടെ ഒരു ടീച്ചിങ് ആണ്, ലൈഫ് ലെസൺസ്. ഓക്കെ, എക്സാമിൻ അമിഷ് പെർസ്പെക്റ്റീവ്സ് റിഗാർഡിങ് മാ ആൻഡ് ഫുഡ്. അപ്പോൾ അമിഷിൻ്റെ പെർസ്പെക്റ്റീവ് അമ്മയോടും അതുപോലെ അമ്മയുടെ ഫുഡ് അതിനോടുള്ള അമിഷിൻ്റെ പെർസ്പെക്റ്റീവ്സ്, ചിന്താഗതികൾ എന്തൊക്കെയാണ്, കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്. ഇൻ റെസിപ്പീസ് ഫോർ ലൈഫ് അമിഷ് ട്രിപതി ടു കമ്പൈൻ ദി സീക്രട്ട് ബോണ്ട് ഹി ഷെയർസ് വിത്ത് ഹിസ് മെൻറ്റർ മാ ആൻഡ് ദ transformative power of food. For Amish,
Ma represent the embodiment of spiritual guidance, love and nourishment, much like the simple yet profound meals they shared together. അപ്പോൾ അമ്മയും അതുപോലെ അമ്മയുടെ ഫുഡും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അമ്മയുടെ ആ ഒരു ഫുഡിലൂടെ മക്കൾക്ക് അമ്മ ലൈഫിലെ ലെസൺസ് ടീച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ ലവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. He emphasizes that food is not just nourishment for the body, but also a catalyst for emotional connection, spiritual growth and introspection. അതുപോലെ അമിഷ് ഇതിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ബോഡിയിലുള്ള ഒരു നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പോഷകം മാത്രമല്ല, മറിച്ച് അതൊരു ഇമോഷണൽ കണക്ഷനാണ്. ഫുഡിലൂടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണെന്നാണ് പറയുന്നത്. Specific dishes like kaduki sabzi and buknu masala become lasting symbol of family love, togetherness and culture tradition for Amish. Through mass teachings, Amish learned that the act of cooking and sharing meals can be sacred ritual, foster love, gratitude and mindfulness. അപ്പോൾ അമ്മയുടെ കുക്കിങ്ങിലൂടെ അമിഷ്, അതായത് അമ്മയുടെ ടീച്ചിങ്സിലൂടെ അമിഷ് പഠിച്ചൊരു പാഠം കുക്കിംഗ് എന്ന് പറയുന്നത്, അതായത് മീൽസ് കുക്ക് ചെയ്യുക എന്ന് പറയുന്നതും അതുപോലെ അമ്മ എന്ന് പറയുന്നതും ഒരു ബോണ്ടാണ്. അവർക്കിടയിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു കുക്കിങ്ങിലൂടെ. ഈ മീൽസ് ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു സീക്രട്ട് റിച്വൽ അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും, അതുപോലെ ലവ് അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും, മൈൻഡ്ഫുൾനെസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ അവർക്ക് ഷെയർ ചെയ്യാം.